ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 18-ാം വാക്യം. നീ വന്ന് അവളുടെ മേൽ കൈ വെക്കുമെങ്കിൽ അവൾ ജീവിക്കും. മരിച്ചുപോയ തന്റെ മകൾക്കു വേണ്ടി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ഭരണാധികാരിയെ നമ്മളിവിടെ കാണുകയല്ലേ. മരിച്ചുപോയി എന്നറിഞ്ഞിട്ടും ഭരണാധികാരി ഈശോയുടെ മുൻപിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: നീ വന്ന് അവളുടെ മേൽ കൈകൾ വെക്കുമെങ്കിൽ അവൾ ജീവിക്കും. എത്രമാത്രം ആഴമായ വിശ്വാസമാണ് നമ്മളിവിടെ കാണുന്നത് അല്ലെ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് ഇല്ലാതെ പോകുന്നത് ഈ ഒരു വിശ്വാസമാണ്. മരണം സംഭവിച്ചു എന്നറിഞ്ഞിട്ടും വിശ്വാസത്തോടുകൂടി ഈശോയുടെ സന്നിധിയിലേക്ക് വന്ന ഈ ഭരണാധികാരി നമ്മുടെയൊക്കെ മുൻപില് വലിയൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ്. പോകുന്ന വഴിക്ക് ആ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റുള്ളവരും ഈശോയെ കളിയാക്കുന്നുണ്ടല്ലേ. ഈ കളിയാക്കലുകളെല്ലാം ഈ ഭരണാധികാരിയും കാണുന്നുണ്ട്. മരിച്ചുപോയി എന്നറിഞ്ഞിട്ടും അവൻ ഈശോയുടെ ഒപ്പം നിൽക്കാനായിട്ട് ഈശോ തൊട്ടാല് എന്റെ മകൾ സൗഖ്യം പ്രാപിക്കും എന്ന് ആഴമായ വിശ്വാസത്തോടെ ഈശോയുടെ കൂടെ നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് വേണ്ടത് ഈ ഒരു വിശ്വാസമാണ്. പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഒരുപക്ഷെ ഒരുവനും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് മറ്റുള്ളവർ പോലും വിധി എഴുതിയ കാര്യങ്ങൾ ദൈവം തീരുമാനിച്ചാല് മാറ്റുവാനായിട്ട് സാധിക്കും. പലപ്പോഴും ഹോസ്പിറ്റലുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന കാര്യവും ഇത് തന്നെയല്ലേ. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങളുടെ കഴിവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഇനി ദൈവത്തിന്റെ കയ്യിലാണ്. എല്ലാം തീരുമാനിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ വിശ്വാസത്തോടുകൂടി, ആഴമായ വിശ്വാസത്തോടുകൂടി കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തില് നമുക്ക് വേണ്ടത് ലഭിക്കുക. പലപ്പോഴും വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നുണ്ട്. ഇഷ്ടംപോലെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കിട്ടും എന്ന് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇല്ലാതെ പോവുകയല്ലേ. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? കുറ്റം പറയാറുണ്ടല്ലേ. ആരെ? ദൈവത്തെ കുറ്റം പറയാം. ദൈവമേ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചില്ലേ, എന്തിനാണ് ഇതൊക്കെ എനിക്ക് തരുന്നത്? ഞാൻ പ്രാർത്ഥിച്ച് നിന്നോട് ചേർന്നിരിക്കുന്നത് കൊണ്ടാണോ നീ ഇത്രയേറെ സഹനങ്ങൾ തരുന്നത്? നീ എന്നെ ഉപേക്ഷിച്ചോ? ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇത്രയേറെ വേദനകൾ നീ എനിക്ക് തന്നിട്ടില്ലേ? എങ്ങനെയാ ഞാൻ വന്ന് പ്രാർത്ഥിക്കേണ്ടത്? പലപ്പോഴും നമ്മൾ ഈശോയോട് വിഷമത്തോടു കൂടി ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം അല്ലേ. ഇവിടെയാണ് ഈ ഭരണാധികാരി നമ്മുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക. മരിച്ചുപോയ മകൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്. രോഗത്തിൽ കിടക്കുന്നവരല്ല, മറിച്ച് മരിച്ചുപോയ മകൾക്ക് വേണ്ടി. സ്നേഹമുള്ളവരെ, ഈ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം. ഈ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ യഥാർത്ഥ ക്രൈസ്തവനാണേ എന്ന് പറയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ, ഒരിക്കലും എളുപ്പമുള്ള കാര്യമില്ല. ജീവിതത്തില് സന്തോഷത്തിന്റെ നിമിഷങ്ങളില് ദൈവത്തോട് ചേർന്നിരിക്കാം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മളൊക്കെ ചേർന്നിരിക്കാം. പക്ഷെ സഹനങ്ങളുടെ നിമിഷങ്ങളില് ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ടോ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ടോ നമ്മോട് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് അത് സാധിക്കത്തില്ല. കാരണം ഒരു പ്രശ്നമുണ്ടാകുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും പതറിപ്പോകാതെ, വീണു പോകാതെ, ആഴമായ വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ട് ഈ ഭരണാധികാരിയെ പോലെ വിശ്വാസത്തോടുകൂടി ദൈവത്തോട് ചോദിച്ച് അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.